നമസ്കാരം, എല്ലാ മാന്യപ്രേക്ഷകർക്കും പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ഞാൻ സുനീഷ് തമ്പാൻ. ഇന്ന് നമ്മുടെ 54ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് സംസാരിക്കുന്നത് ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ ഒന്ന് എത്ര പ്രാവശ്യം വരുന്നു, അതിനനുസരിച്ചിട്ട് അവരുടെ ജീവിത ഗതിയും മാറും. അതിനെക്കുറിച്ചിട്ട് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എന്തായാലും പിന്നെ നമുക്ക് പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിക്കേണ്ട നമ്പർ ഞാൻ പറയാം: 80 86 89 70 30. ഒന്നുകൂടി പറയാം: 80 86 89 70 30. ഇതിലേക്കാണ് ഫോണിൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങൾ വിളിക്കേണ്ട നമ്പർ. അപ്പോൾ ഇന്നത്തെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13/3/2024. അപ്പോൾ ഇതിനു മുമ്പെയുള്ള എപ്പിസോഡുകളിൽ 13നെ കുറിച്ച് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇനി ആവർത്തന വിരസത ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ മറ്റൊരു കാര്യം പറയുന്നത്. ഇതും തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉപയോഗപ്രദമാകുന്ന ഒരു കാര്യമാണ്. ഇതെല്ലാവർക്കും സിമ്പിളായിട്ട് നോക്കാം. അതായത് ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ ഒന്ന് എത്ര തവണ ആവർത്തിക്കുന്നു. അതായത് ഇപ്പം 12/19/1994 കരുതുക. അപ്പോൾ അതിൽ എത്ര പ്രാവശ്യം ഒന്ന് വന്നു? 12 എന്നുള്ളതിന് ഒന്ന് വന്നു, ആദ്യത്തെ ഒന്ന്. പിന്നെ വീണ്ടും ഒരു 12-ന് ഒന്ന് വന്നു. 1994 എന്നുള്ളതിന് ഒരു ഒന്ന് വന്നു. അപ്പോൾ അത് കണക്കിൽ 3 ഒന്ന് അവരുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ ആ നമ്പർ തേച്ചും കൂട്ടിയിട്ട് സിംഗിൾ ഡിജിറ്റ് ആക്കുമ്പോൾ ഒന്ന് കിട്ടിക്കഴിഞ്ഞാലും തീർച്ചയായിട്ടും ആ ഒരു ഒന്നുകൂടി പരിഗണിക്കും. നമുക്ക് വിശദമായിട്ട് വരാം. ആദ്യം തന്നെ നമ്മുടെ ഒരു കോള് വന്നിട്ടുണ്ട്. നമുക്ക് കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? എന്റെ മകന് വേണ്ടിയിട്ടാണ്. അനന്തൻ എസ്. അനന്തൻ, ഓക്കെ. അനന്തൻ എസ് അല്ലേ? അതെ. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ അനന്തൻ്റെ. 19/3/2007. അനന്തൻ എസ്. ഇത് എവിടുന്നാണ് വിളിക്കുന്നത്? ഞാൻ ട്രിവാൻഡ്രത്താണ്. സാറിന് മിക്കവാറൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അതെ അല്ലേ? ആ, ഓക്കെ, സന്തോഷം. എന്തായാലും ഞാൻ ഇതൊന്ന് നോക്കിയിട്ട് പറയാം. ഓക്കെ. നമസ്കാരം. അപ്പോൾ ഇതൊക്കെ പറയുന്നത് കേൾക്കാമല്ലോ അല്ലേ? ഓക്കെ. പേഴ്സണാലിറ്റി നമ്പർ 1, ലൈഫ് പാത്ത് നമ്പർ 4. അപ്പോൾ 1ൻ്റെയും 4ൻ്റെയും കൂടിച്ചേരലാണ് ആ ഡേറ്റ് ഓഫ് ബർത്തിൽ വരുന്നത്. അത് പൊതുവേ നല്ലതാണ്. അപ്പോൾ നല്ലൊരു കൂടിച്ചേരലൊക്കെയാണ്. പക്ഷേ പേര് എന്നത് ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് എന്ന രീതിയിലേ പറയാൻ പറ്റുള്ളൂ. ഭയങ്കരമായിട്ട് ഓപ്പോസിറ്റ് ദോഷം ചെയ്യുന്നില്ല എന്ന് മാത്രമേ അതിനൊരു എന്തെങ്കിലും ഗുണം പറയാനുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബുധൻ്റെ എനർജിയിലാണ്, വ്യാഴത്തിൻ്റെ എനർജിയിലാണ് പേര് കിടക്കുന്നത്. എന്നിരുന്നാലും അത് കുഴപ്പമില്ല, അങ്ങനെ ഓപ്പോസിറ്റ് നിൽക്കുന്നില്ല. പക്ഷേ ഇമോഷണലി അവൻ മാനസികമായിട്ട് പിന്നെ അധികം ഹാപ്പി അല്ലാത്ത ഒരു, അതായത് അനാവശ്യ ചിന്തകൾ കൊണ്ട് കൺഫ്യൂഷൻ ആകാനുള്ള എനർജിയൊക്കെയാണ് അതിൽ പറയേണ്ടത്, അതിൻ്റെ ഫലം പറയേണ്ടത്. പക്ഷേ എന്നിരുന്നാലും പിന്നെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഏറെക്കുറെ അനുകൂലമാണ് താൻ. അപ്പോൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പിന്നെ കാര്യങ്ങൾ പഠിച്ചെടുക്കാനൊക്കെയുള്ള എനർജി അതിൽ കാണുന്നുണ്ട്. പക്ഷേ എന്നിട്ട് അതൊരു എക്സ്ട്രീം ലെവലല്ല, ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ അതിലും അതിൻ്റെ ഗുണം കാണിക്കാം. അതാണ് അതിൻ്റെ ഓരോ പേരും ആ ഡേറ്റ് ഓഫ് ബർത്തും വെച്ചിട്ട് നമുക്ക് ഒരു ഫസ്റ്റ് ലുക്കിൽ പറയേണ്ട കാര്യങ്ങൾ. എന്താണ് പേര് എന്നെ ബെസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് ഉദ്ദേശിക്കുന്നത് വിളിക്കുന്നത്? പേര് അപ്പോൾ ഈ അനന്തൻ, ANANTHAN അല്ലേ? അനന്തൻ. അപ്പോൾ എസ് എന്നുള്ളതിൻ്റെ ഫുൾ ഫോം എന്താണ്? സുരേഷ്. അപ്പോൾ എങ്കിൽ അനന്തൻ സുരേഷ് എന്നിടൂ. അത് തന്നെ ഒരു നല്ല പേരാണല്ലോ. അനന്തൻ സുരേഷ്. അത് നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തും ആക്കുവാനും വളരെ എളുപ്പമാണ്. കാരണം എന്തായാലും എസ് എന്നുള്ളത് പാസ്പോർട്ടിൽ ഫുള്ളായിട്ടുള്ള പേരായിട്ട് തന്നെ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ പാസ്പോർട്ട് എടുത്തിട്ട്, അതായത് ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു രേഖയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് ഓൾറെഡി ഗവൺമെൻറ്റിൻ്റെ രേഖയിലുള്ളതായിരിക്കും പാസ്പോർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പാസ്പോർട്ട് കൊണ്ടുപോയി ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക, ആധാർ കാർഡ് വെച്ച് ബാക്കിയെല്ലാം അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു പേരെടുക്കുകയാണെങ്കിൽ മകനെ സംബന്ധിച്ചിടത്തോളം ഒരു 90% സപ്പോർട്ടീവ് ആകുന്ന പേരാണ്. ഹാപ്പി ആയിട്ട് ഉപയോഗിക്കാം. 90%, 95% നല്ലതാണ്. ഒരു ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്തൊക്കെ പോയിട്ട് വലിയ പൈസയൊക്കെ കൊടുത്തിട്ട് ചെയ്യേണ്ട ഒരു പേര് പോലെയുള്ള പേര് നമുക്കിതിൽ കിട്ടിയിട്ടുണ്ട്.
അതിപ്പം നമ്മൾക്ക് ഇതിപ്പോൾ ഞാൻ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് നിങ്ങളുടെ പേര് ഫുള്ളായിട്ട് ആഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് കാണുവാൻ വേണ്ടി പറ്റി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് മകനെ സംബന്ധിച്ചിടത്തോളം വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള പേരാവും, ഭാഗ്യദായകമായിട്ടുള്ള ഒരു പേരാണ്. പിന്നെ അനന്തൻ സുരേഷ് എന്ന ആ ഒരു പേര്, അതിൻ്റെ ഒരു വ്യക്തിക്ക് ആ വ്യക്തിയെ ഫീൽ ചെയ്യുന്നത് അതാണ് അദ്ദേഹം എത്രമാത്രം ഹാപ്പി ആണെന്നുള്ളത് ഇത്. അപ്പോൾ അതിൽ വളരെ മികച്ച ഒരു എനർജിയാണ് അതിൽ കാണുന്നത്. അതേപോലെ ഒരു വ്യക്തിയെ മറ്റുള്ളവർ എങ്ങനെയാണ് ഫീൽ ചെയ്യുക, മറ്റുള്ളവർ എങ്ങനെയാണ് എടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആകുക, അല്ലെങ്കിൽ അദ്ദേഹം ഏത് തരത്തിലാണ് അറിയപ്പെടുക, അതൊക്കെ അതിനെ ചിന്തിച്ചിട്ട് വേണം നമ്മൾ എടുക്കാൻ. അപ്പോൾ ആ രണ്ട് രീതിയിൽ നോക്കുകയാണെങ്കിലും ആ രണ്ട് നമ്പറിൻ്റെ കാര്യത്തിലും വളരെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ ഒരു ലക്കി നമ്പറിലും പേര് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു മികച്ച പേരാണ്. തീർച്ചയായിട്ടും ആ പേര് പിന്നെ എൻ്റെ ലൈഫിലെ എല്ലാ സർട്ടിഫിക്കറ്റിലും ആക്കി അത് പിന്നെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, വലിയ മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാവും. അവന് അനുകൂലമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. ഓക്കെ, എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. അതുപോലെ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു പേര് ചെയ്തു തരാൻ പറ്റി എന്നുള്ളതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്ക് നിങ്ങൾ തരുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അത് ഭാഗ്യവും വേണം എന്ന് പറയുന്ന പോലെ ഒരു കാര്യമാണ്. അപ്പോൾ അതുപോലെ ഒരു സംഭവമാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, നമ്മുടെ പ്രോഗ്രാം എപ്പോഴും വാച്ച് ചെയ്യുന്ന ആളാണെന്നാണ് പറഞ്ഞത്? അതല്ലേ, എന്തായാലും വളരെ സന്തോഷം. ഓക്കെ ഓക്കെ, തിരുവനന്തപുരത്ത് നിന്ന് മിസ്റ്റർ സുരേഷാണ് വിളിച്ചത്. ഓക്കെ, മകൻ്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ട്. ഈ ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നമ്മൾക്ക് ഈ പറയുന്ന പോലെ നമ്മൾക്ക് കാരണം കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് മികച്ചത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ക്ലോസ് ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ടും അദ്ദേഹത്തിന് എനിക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം ഇപ്പോൾ എന്താ പറയുക, ഇപ്പം അനന്തൻ്റെ കാര്യം പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഒരാളുടെ പേര് പൂർണ്ണമായിട്ടും മാറ്റുന്നത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. എന്ന് വെച്ചിട്ട് അവർക്ക് എടുക്കാൻ പറ്റുന്ന സെക്കൻഡ് നെയിംസിന് അല്ലെങ്കിൽ സർനെയിംസിന് ലിമിറ്റ് ഉണ്ട് അല്ലേ. ചിലപ്പോൾ അവരുടെ തറവാട്ട് പേരായിരിക്കും, അച്ഛൻ്റെ പേരായിരിക്കും, അല്ലെങ്കിൽ അമ്മയുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം വെച്ചിട്ടായിരിക്കും. ഇനി അതല്ല, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു പേരാണെങ്കിൽ ഒരു പേരിൻ്റെ കൂടെ ആ രണ്ടാമത്തെ ഒരു പേര് കൂടി വെക്കാം. അങ്ങനെയൊക്കെ മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. എന്ന് വെച്ചിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു എനർജിയിൽ എത്തിപ്പെടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അത് ആ നോക്കുന്നവർക്കും ഭാഗ്യം വേണം എന്നുള്ളതാണ്. അതുപോലെ ഇതിപ്പോൾ നമുക്കൊരു ഭാഗ്യത്തിന്, അല്ലെങ്കിൽ ആ അനന്തൻ എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് കിട്ടിയ ഒരു ഭാഗ്യത്തിനാണ് നമുക്ക് കിട്ടിയത് കൃത്യമായിട്ടുള്ള ഒരു പേര്. ഒരു 100% സാറ്റിസ്ഫാക്ഷനായിട്ട് ഞാനത് കൊടുത്ത്. അപ്പോൾ എന്തായാലും ആദ്യത്തെ കോൾ തന്നെ അങ്ങനെ വന്നതിൽ വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് പറഞ്ഞു വരുന്ന കാര്യം ഒന്നിനെ കുറിച്ചിട്ടാണ്. ഒരു ആളുടെ ജീവിതത്തിൽ ഒന്ന് എത്ര തവണ റിപ്പീറ്റായിട്ട് വരുന്നോ അതിനനുസരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതഗതിയിൽ മാറ്റം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതായത് ഞാൻ ഉദാഹരണം പറഞ്ഞു. ഇനിയിപ്പം ആദ്യം പ്രോഗ്രാം ആദ്യം പോലെ കാണാത്തവർക്കാണെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്യാം. എന്തായാലും പ്രോഗ്രാം തുടർന്ന് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ 5 തവണ ഒന്ന് വരികയാണെങ്കിൽ, അത് അപൂർവമായിട്ടേ വരുള്ളൂ, 5 തവണയൊക്കെ ഒന്ന്. അപ്പോൾ അതായത് 11-ാം തീയതി ജനിച്ചു, മാസവും 11, അപ്പോൾ തന്നെ ഒരു 4 ഒന്നായല്ലോ. പിന്നെ 1900 വരുമ്പോഴേക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു 5 തവണ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒന്ന് റിപ്പീറ്റായിട്ട് വരികയാണെങ്കിൽ ആദ്യം തന്നെ പറയേണ്ടത് ശരിയായ തീരുമാനമെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അവസ്ഥയായിരിക്കും അവർക്ക്. പിന്നെ അതുപോലെ കൃത്യമായിട്ടല്ലാത്ത കൂട്ടുകെട്ടുകളായിരിക്കും എപ്പോഴും. തെറ്റായിട്ടുള്ള കൂട്ടുകെട്ടുകൾ അവർക്ക് ജീവിതത്തിൽ, അതായത് വലിയ ഗുണങ്ങളല്ല പറയാനുള്ളത്, ഇത്രയും തവണ റിപ്പീറ്റായിട്ട് ഒന്നുണ്ടെങ്കിൽ. ഇതൊക്കെ കൊണ്ട് തന്നെ മാനസിക പിരിമുറുക്കം അതിൻ്റെ ഒരു ഭാഗമായിട്ട് അവർക്ക് വരും. അപ്പോൾ ഇതുപോലെയുള്ള കുറേ കാര്യങ്ങളാണ്. പിന്നെ അവർക്ക് എന്താ പറയുക, അലസത അത് കൂടും. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ലൈഫിലേക്ക് ഒരു ഉയരങ്ങളിലേക്ക് പോകണമെങ്കിൽ കൃത്യമായിട്ട് ഒരു കഠിനാധ്വാനം തന്നെ ജീവിതത്തിൽ വേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ അഹങ്കാരം എന്നുള്ളതും അവർക്ക്. പക്ഷേ ഇതിനൊക്കെ ഒരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള പേരാണ്. അടുത്തൊരു കോൾ നമുക്ക് വന്നിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കോളിലേക്ക് പോകാം. അതിനുശേഷം 4 തവണ റിപ്പീറ്റ് ആയുള്ള കാര്യം ഞാൻ പറയാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? എന്താണ്? തങ്കച്ചൻ. ഓക്കെ, തങ്കച്ചൻ എവിടെ നിന്നാണ്? ആലപ്പുഴ ജില്ലയിൽ. ആലപ്പുഴ. ഓക്കെ, തങ്കച്ചൻ്റെ ഫുള്ളായിട്ടുള്ള പേര് പറയും. എൻ്റെ പേര് ആന്റണി ടി. ഓക്കെ, ആരുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്? മോന്റെ കാര്യം. ഓക്കെ ഓക്കെ, മകൻ്റെ കാര്യം പറയും. മകൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ.
18/6/98. 18/6/1998. ഓക്കെ, മകൻ്റെ ഫുള്ളായിട്ടുള്ള പേര് പറയും. അമൽ തോമസ് ആന്റണി. അമൽ തോമസ് ആന്റണി. അമൽ തോമസ് ആന്റണി തന്നെയല്ലേ? ഹലോ, അമൽ തോമസ് ആന്റണി എന്ന് തന്നെയല്ലേ? അതെ. ഓക്കെ, ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. ഹലോ, നമസ്കാരം, കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? പേഴ്സണാലിറ്റി നമ്പർ 9, ലൈഫ് പാത്ത് നമ്പർ 6. അതാണ് എന്നെ പേഴ്സണാലിറ്റി നമ്പർ, ലൈഫ് പാത്ത് നമ്പർ. ഈ അമൽ തോമസ് ആന്റണി എന്നുള്ള പേര് വരുന്നത് ഒരു പിന്നെ 9നെ സംബന്ധിച്ചിടത്തോളം സപ്പോർട്ടീവ് അല്ലാത്ത ഒരു എനർജിയിലാണ്. അപ്പോൾ അതിന് നമുക്ക് എന്താ പറയുക, പല കാര്യങ്ങൾക്കും മനപ്രയാസമാണ് അതിൽ കൂടുതലായിട്ട് കാണാനുള്ളത്. കാലതാമസം എന്നുള്ളതും അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരുപാട് ഉയരങ്ങളിലേക്ക് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരുപാട് ഉയരങ്ങളിൽ പോകാനും ആഗ്രഹിക്കുന്ന പോലെ ഒരു പിന്നെ ഒരു വലിയ ജീവിതം അങ്ങനെയൊക്കെയുള്ള വലിയ ആഗ്രഹങ്ങളുമായിട്ട് പോകുന്ന ഒരു എനർജിയാണ് ഈ പിന്നെ അമൽ തോമസ്. പക്ഷേ പല കാര്യങ്ങളും അവൻ്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും അവൻ്റെ കയ്യിൽ നിന്ന് പിന്നെ മകൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പിന്നെ അത് പ്രയാസമാണ് അതിൽ കാണാനുള്ളത് കൂടുതലായിട്ടും. അതായത് ഈ പേര് മുഴുവനായിട്ട് വെച്ചിട്ട് പോവുകയാണെങ്കിൽ അമൽ തോമസ് ആൻ്റണിയുടെ എനർജി വെച്ചിട്ട് പോവാണ്. പക്ഷേ ഈ 56 എന്നൊരു എനർജിയിലാണ് വരുന്നത്. 56നെ മികച്ച ഒരു എനർജി ആയിട്ട് പറയാമെങ്കിലും അത് 9ൻ്റെ അടുത്ത് വരുമ്പോഴേക്കും അതത്ര സപ്പോർട്ടീവ് അല്ലാതെ വരും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു അനുഭവം പറയേണ്ടത്. എന്താണ് അറിയേണ്ടത് മെയിനായിട്ട്? എന്തറിയാനാണ് വിളിച്ചത്? പറയാം സാറേ. അവനെ ഇപ്പം കാനഡയിൽ PR വേണ്ടി അവനൊരു വണ്ടി കമ്പനിയിൽ 10 മാസത്തോളം ജോലി ചെയ്ത് കഴിഞ്ഞപ്പം അവര് പറയുന്നത് ഈ കമ്പനി ജോലി ചെയ്ത PR കിട്ടത്തില്ല എന്ന് പറയുന്നത്. അവനാകെ ടെൻഷനിലായി. അത് കണ്ടിന്യൂ ചെയ്താൽ കിട്ടാൻ 10-20 ലക്ഷം രൂപ മുടക്കി പോയതാണ്. 26 ഓക്കെ. അത് കിട്ടുമോ കിട്ടത്തില്ലെന്നൊന്നും അറിയാൻ വേണ്ടിയായിരുന്നു ഞാൻ. അപ്പോൾ ന്യൂമറോളജി പ്രകാരം നിങ്ങൾക്ക് ഇപ്പോൾ അനുകൂലമാണോ പ്രതികൂലമാണോ എന്നുള്ള കാര്യം ഞാൻ പറയാം. ഓക്കെ, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ എന്നെക്കൊണ്ട് ചെയ്യേണ്ടത് കൃത്യമായിട്ടുള്ള ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഭാഗ്യദായകമായിട്ടുള്ള ഒരു പേര് വെക്കുകയാണ് വേണ്ടത്. എന്നിരുന്നാലും ഞാൻ ഇപ്പോൾ കാര്യം അനുകൂലമാണോ ഇല്ലയോ എന്നുള്ളത് പറയാം. ഓക്കെ. ന്യൂമറോളജി പ്രകാരം പറയാനുള്ളത്, ഈ വർഷം പുതിയ കാര്യങ്ങളുമായിട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അധികം സപ്പോർട്ടീവായിട്ടുള്ള ഒരു റിസൾട്ട് അല്ല പറയാനുള്ളത് കേട്ടോ. അപ്പോൾ എന്തിനെങ്കിലും ഇറങ്ങി തിരിക്കുമ്പോൾ ചിന്തിക്കുക, അത് കൃത്യമായിട്ട് നമ്മൾ 100% വിശ്വസ്തമായിട്ടുള്ള കാര്യത്തിലേക്ക് മാത്രമേ ഇറങ്ങണ്ടൂ. അല്ലെങ്കിൽ പലപ്പോഴും ഭാഗ്യം അതിന് സപ്പോർട്ടീവായിട്ട് വരാനുള്ള സാധ്യത കുറച്ച് പ്രശ്നമുണ്ട് ഈ വർഷം. അതെ, ഈ വർഷത്തെ ഈ 24 കഴിഞ്ഞ പിന്നെ അത് കിട്ടാനും പാടാണ്. അതെ. അപ്പോൾ അതാണ് എനിക്ക് 1 ഇയർ ഉള്ളൂ. അപ്പോൾ അതാണ് പറയാനുള്ളത്. ഇപ്പം ന്യൂമറോളജി പ്രകാരം ഒരു അടുത്ത വർഷമാണെങ്കിൽ മകനെ സംബന്ധിച്ചിടത്തോളം നല്ല സപ്പോർട്ടീവായിട്ടുള്ള സമയമാണ് താനും. ഓക്കെ, അതാണ് അത് സപ്പോർട്ടീവായിട്ടുള്ള സമയമാണ് താനും. ഇനിയിപ്പം ന്യൂമറോളജി പ്രകാരം നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം കൃത്യമായിട്ടുള്ള ഒരു പേര് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ അമൽ തോമസ് എന്ന് മാത്രമാണ് എന്താ പറയുക അവരുടെ പേര് അങ്ങനെ റെക്കോർഡിക്കലി പേരാക്കാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാൽ കൂടുതൽ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ. അതെ, അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നിങ്ങളാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ വരാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് നിങ്ങളാണ്. അപ്പോൾ എനിക്ക് പറഞ്ഞു തരാൻ വേണ്ടി മാത്രമേ സാധിക്കുള്ളൂ. ചെയ്യേണ്ടത് നിങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അനുകൂലമായിട്ടുള്ള പേര്, നിങ്ങൾ പേരിൻ്റെ വിസ്മയത്തിലേക്കാണല്ലോ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ഏറ്റവും മികച്ച ഒരു പേരാക്കിയിട്ട് ഞാൻ പറഞ്ഞു തരാം. അത് അമൽ തോമസ് എന്ന പേര് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങളുടെ മകനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ വരികയും
ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുവാനും സാധിക്കും. ഓക്കെ, കേൾക്കുന്നില്ല. അപ്പോൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാനും സാധിക്കും, അതാണ് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. അപ്പോൾ തങ്കച്ചൻ ആലപ്പുഴയിൽ നിന്നാണ് വിളിച്ചത്. അപ്പോൾ ഞാൻ ആ പേരും മികച്ചത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി അത് മനസ്സിലാക്കുമോ, അത് ജീവിതത്തിൽ അല്ലേ, നമ്മൾ എന്ത് അറിഞ്ഞിരുന്നാലും അത് ലൈഫിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ കാര്യം അല്ലേ. നമ്മൾ 6000 കാര്യം പഠിച്ചിട്ട് ഒരു കാര്യമില്ല. 6 കാര്യം നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നവനാണ് വലിയവൻ, 6000 കാര്യം അറിയുന്നവനേക്കാൾ. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള കാര്യം. നമ്മൾ എന്ത് അറിഞ്ഞു അത് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റൂ എന്നുള്ളതാണ് മികച്ച കാര്യം. നമുക്ക് ആദ്യം തന്നെ ഒരു കോള് വന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കോളിലേക്ക് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. ഹലോ ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം, പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. കുട്ടീന്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. ഓക്കെ, എവിടുന്നാ വിളിക്കുന്നത്? കണ്ണൂർ. കുട്ടിയുടെ പേര് പറയും. സഫ. കുട്ടിയുടെ പേര് സഫ. സഫ, SAFA അല്ലേ? അതെ. സെക്കൻഡ് നെയിം ഇല്ല സർ, ഇട്ടിട്ടില്ല. ഓക്കെ, ശരി. ഡേറ്റ് ഓഫ് ബർത്ത് പറയും കുട്ടിയുടെ. സെപ്റ്റംബർ 15, 2022. 15/9/2022. ഓക്കെ, ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം, ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഓക്കെ. ഓക്കെ, സഫയുടെ സെക്കൻഡ് സർനെയിമായിട്ട് ഇടാൻ എന്താണ് പ്ലാൻ? ഇനീഷ്യൽ MTP. എന്തായാലും MTP എന്നിടുന്നത് സഫയെ സംബന്ധിച്ചിടത്തോളം സപ്പോർട്ടീവ് ആയിട്ട് വരില്ല. അല്ല, പിന്നെ സഫയുടെ അച്ഛൻ്റെ പേര് അഷ്കർ അലി. അഷ്കർ അലി. ഇതിൽ ബെസ്റ്റ് ആക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഫ അലി എന്നുള്ളത് കുഴപ്പമില്ലാത്ത ഒരു പേരാണ്. പക്ഷെ എന്ന് വെച്ചിട്ടും അതൊരു 100% ആയിട്ട് ബെസ്റ്റ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അതും ഒരു ആവറേജ് ലെവലിലേ കാണുന്നുള്ളൂ. സഫ അലി, അതെ, അതൊരു ആവറേജ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ അങ്ങനെയാണെങ്കിൽ SWAFA SW അല്ലേ? SWAFA. അതിലും ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കിട്ടുന്നില്ല കേട്ടോ. സഫ അലി, അതെ, അതൊരു ഒരു എബോ ആവറേജ് ആയിട്ടുള്ള പേര് എന്ന് പറയാൻ പറ്റുള്ളൂ. സപ്പോർട്ടീവാണ്. കാരണം കുട്ടിയുടെ പേഴ്സണാലിറ്റി 6ഉം ലൈഫ് പാത്ത് നമ്പർ 3ഉമാണ്. 6ൻ്റെയും 3ൻ്റെയും ഒരു കൂടിച്ചേരലാണ്. അപ്പോൾ 6ൻ്റെയും 3ൻ്റെയും പറഞ്ഞാൽ വലിയ 2 സംഖ്യകളാണ് ഉള്ളത്. 2 നമ്മൾ ന്യൂമറോളജി പ്രകാരം നോക്കുമ്പോഴേക്കും ഒന്ന് അതായത് അസുര ഗുരുവായിട്ടുള്ള ശുക്രാചാര്യയുടെ എനർജിയും 2 വ്യാഴത്തിൻ്റെ എനർജി ആയിട്ടുള്ള അങ്ങനെ ഒരു കുറച്ച് സപ്പോർട്ടീവ് അല്ലാത്ത 2 നമ്പർ ആണെങ്കിലും അത് കൃത്യമായിട്ടുള്ള പേരാണെങ്കിൽ ഒരുപാട് ഉയരങ്ങളിലേക്കൊക്കെ പോകാനുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള എനർജിയാണ് താനും. അപ്പോൾ അതുകൊണ്ട് അതൊരു കൃത്യമായിട്ടുള്ള പേര് തന്നെ വെക്കുന്നത് നന്നായിരിക്കും. നിങ്ങളൊരു ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം കുട്ടീനെ സംബന്ധിച്ചിടത്തോളം നമ്മളിങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് പേരിടണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കൃത്യമായിട്ടുള്ള ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള പേരാണ് നിങ്ങളൊരു ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്ത് തന്നെ ഒരു 100% ആയിട്ടുള്ള ഒരു പേര് ഇടുന്നതായിരിക്കും നല്ലത്. ഓക്കെ, എന്തായാലും ഇത് ഒരു എബോ ആവറേജ് ആയിട്ടുള്ള പേരാണ് സഫ അലി എന്നുള്ള പേര്. ഓക്കെ,
എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. താങ്ക് യു. ഓക്കെ. അപ്പോൾ പിന്നെ കണ്ണൂരിൽ നിന്ന് സഫയുടെ ഉമ്മയാണ് വിളിച്ചത്, ചെറിയ കുട്ടിയാണ്. അപ്പോൾ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അത് ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, 6-3 എന്ന ഒരു കൂടിച്ചേരലാണ്. 6ൻ്റെയും 3ൻ്റെയും കൂടിച്ചേരൽ എപ്പോഴും എന്താ പറയുക, കൃത്യമായിട്ടുള്ള പേരായിരിക്കണം. അത് 2 വലിയ സംഖ്യകളാണ് നമ്മളെ ഡേറ്റ് ഓഫ് ബർത്തിൽ ഉള്ളത്. അതും 2 സപ്പോർട്ടീവ് അല്ലാത്ത എനർജീസാണ് എന്ന് വെച്ചിട്ട് കൃത്യമായിട്ടുള്ള പേരാണെങ്കിലോ അവർ വലിയ ഉയരങ്ങളിലേക്ക് പോകുന്നതായിട്ടും കാണാൻ വേണ്ടി പറ്റും. അത് ന്യൂമറോളജിസ്റ്റ് എന്ന നിലയിൽ ഒരുപാട് പേരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചെക്ക് ചെയ്തത് കൊണ്ട് പറയുന്നതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു എനർജി. അപ്പോൾ ഈ 3ഉം 6ഉം ആയതുകൊണ്ട് തന്നെ 6ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചിട്ട് 6ന് ഒരിക്കലും 3 സപ്പോർട്ടീവ് ആവില്ല. അതുപോലെ 3ൻ്റെ കുറേ സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 2ഉം നല്ല നമ്പേഴ്സാണ് എന്നുള്ളതാണ് വേറൊരു അതിലത്തെ ഒരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ അതാണ് പറയാനുള്ളത്. അപ്പോൾ ഒരു ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്ത് തന്നെ പോയിട്ട് അത് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് അതുകൊണ്ടാണ്. നമ്മളിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് 1ൻ്റെ റിപ്പീറ്റേഷനെ കുറിച്ചിട്ടാണ്. അതായത് 1 5 തവണ വരുന്നത് അത്ര നല്ലതല്ല എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. ആ 1 5 തവണ വരുമ്പോൾ സംസാരങ്ങളും വളരെ ശ്രദ്ധിക്കണം. പലപ്പോഴും അബദ്ധങ്ങൾ സംസാരം കൊണ്ട് വരും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇനി ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ 4 തവണ 1 വന്നു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് 1-ാം തീയതി ജനിച്ചു, 11-ാം തീയതി മാസം, അപ്പോൾ 1ഉം 11 എന്നില്ല 2 1 വന്നു. പിന്നെ 1900 ആണെങ്കിൽ അതിൽ 1001 വന്നു. അങ്ങനെ ഈ ഡേറ്റ് ഓഫ് ബർത്തിൽ 4 തവണ റിപ്പീറ്റഡായിട്ട് ഒരാൾക്ക് 1 വന്നു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. അതിനു മുമ്പ് ഒരു കോൾ വന്നു, നമുക്ക് കോളിലേക്ക് പെട്ടെന്ന് പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ഇത് ആലപ്പുഴയിൽ നിന്ന് രജനിയാണ്. ആലപ്പുഴയിൽ നിന്ന് രചന. ഓക്കെ. ആരുടെ? രചനയുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണോ? അല്ല, എന്റെ മകന്റെ കാര്യം അറിയാൻ. മകന്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ടല്ലേ? ഓക്കെ, മകന്റെ പേര് പറയും. മകന്റെ പേര് ഹരികൃഷ്ണൻ. ഹരികൃഷ്ണൻ. MS ഇനിഷ്യലി. ഓക്കെ. ഹരി കുറവാണല്ലോ, കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. ഹരികൃഷ്ണൻ MS അല്ലേ? അതെ. ഓക്കെ. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ ഹരികൃഷ്ണന്റെ. ഡേറ്റ് ഓഫ് ബർത്ത് മാർച്ച് 22, 1996. 22/3. വർഷം ഏതാന്ന് പറഞ്ഞത്? മാർച്ച് 22, 1996 ഉച്ചയ്ക്ക് 1:47. ഓക്കെ, ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ. ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഹലോ, കേൾക്കാമോ? അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം പൊതുവെ ഒരു നല്ല ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനും നല്ല സൂത്രശാലിയും അങ്ങനെയൊക്കെയുള്ള എനർജി കുറേ പറയാനുണ്ട് അതിൽ. അപ്പോൾ അതിന് നല്ലതാണ്. പക്ഷെ ഹരികൃഷ്ണൻ MS എന്നുള്ള പേര് അപ്രതീക്ഷിത ഉയർച്ച, അപ്രതീക്ഷിത താഴ്ച, ഇത് രണ്ടും അതിൽ ഫലം പറയാം. ഉയർച്ച താഴ്ചകൾ അതിൽ പറയണം. ഇമോഷണലി അധികം സപ്പോർട്ടീവ് അല്ലാത്ത അവസ്ഥ, അതൊക്കെ ഹരികൃഷ്ണൻ MS പറയേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ആ പേര് ഒന്നുകൂടി ബെസ്റ്റ് ആക്കുന്നതാണ് നല്ലത് ഏറ്റവും കൂടുതൽ. ഓക്കെ, അതാണ് പറയാനുള്ളത്. കല്യാണം അങ്ങനെ ജോലി അതൊക്കെ പറയാൻ പറ്റുമോ? കല്യാണത്തിന്റെ കാര്യം ഞാൻ പറയാം. പിന്നെ ഏത് സമയത്താണ് അനുകൂലമായിട്ടുള്ള കാര്യം എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വിവാഹത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു അനുകൂലമായ സമയം അടുത്ത വർഷമാണ് ന്യൂമറോളജി പ്രകാരത്തിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. കൂടുതൽ അനുകൂലമായിട്ടുള്ള സമയം എന്നാണ് നമ്മൾ പറയാം. അപ്പോൾ അത് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. ഓക്കെ. പിന്നെ എന്താ പറയുക, മകൻ്റെ ആഗ്രഹം നോക്കണം. അവൻ വിവാഹം കഴിക്കാൻ താല്പര്യത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ജോലിയുടെ കാര്യം ചെയ്യുന്നില്ലേ ഇപ്പോഴും? വർക്കൊന്നും
ജോലി അവൻ ചെറിയ ബിസിനസ്സാണ് ചെയ്യുന്നത്. ബിസിനസ്സാണല്ലോ നല്ലത്, മറ്റുള്ളവർക്ക് ജോലി കൊടുക്കുക എന്നുള്ള ഒരു കാര്യം അല്ലേ, അതല്ലേ നല്ലത്. പൊതുവേ നമ്മുടെ എല്ലാവരെയും ചെറുപ്പം മുതലേ പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും തൊഴിലാളികൾ എന്ന രീതിയിലേക്ക് മൈൻഡ് മാറാതെ എന്താ പറയുക, മറ്റ് 10 പേർക്ക് നമ്മൾ ജോലി നൽകുന്ന ആളാവാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ കേരളവും വികസിക്കും തീർച്ചയായിട്ടും. ജോലിക്കാരാകുക എന്നുള്ളതിലുപരിയായിട്ട് 10 പേർക്ക് ജോലി നൽകാനുള്ള ഒരു സെറ്റപ്പ്, അതാണ് നമ്മുടെ ഇവിടെ കുറവുള്ളത്. അപ്പോൾ എന്തായാലും അത് നല്ല കാര്യം തന്നെ. അവൻ ആഗ്രഹിക്കുന്ന രീതി തീർച്ചയായിട്ടും അത് എന്താ പറയുക, ബിസിനസ്സിനൊക്കെ സപ്പോർട്ടീവ് ആകുന്ന ഒരു ഡേറ്റ് ഓഫ് ബർത്തും ആണ്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചിട്ട് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയല്ലേ വരുള്ളൂ. അവൻ്റെ എനർജി അതാണ്. അവൻ്റെ എനർജി അതാണ്. അവൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ അവൻ മുന്നോട്ട് പോകും. പക്ഷേ ആ പേരിൻ്റെ എനർജിയിൽ ഒന്ന് മാറ്റം വരുത്തുക. ഒരു ന്യൂമറോളജിസ്റ്റിനെ കൊണ്ട് ഇപ്പോൾ നിങ്ങളിപ്പോൾ എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിക്കേണ്ട ഏറ്റവും വലിയ കാര്യം കൃത്യമായിട്ടുള്ള ഒരു ലക്കി നെയിം, ഒരാൾക്ക് കൃത്യമായിട്ടുള്ള ഭാഗ്യദായകമായിട്ടുള്ള പേരാണെങ്കിൽ കൃത്യമായിട്ടുള്ള അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അനുകൂലമായിട്ട് വരും. അതാണ് നിങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിക്കേണ്ടത്. അല്ലാതെ എന്ത് വരും എന്ത് വരില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ വലിയ മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ല. കൃത്യമായിട്ടുള്ളൊരു പേര് വെച്ചിട്ട് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് ഭാഗ്യദായകമാകും ലൈഫ്. അപ്പോൾ അതാണ് ചെയ്യിക്കേണ്ടത്. അല്ലാണ്ട് എന്താവും എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതെന്തായാലും അത് അങ്ങനെ തന്നെ ആവുള്ളൂ. അപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾ ഒരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള പേര് മകനെ കൊണ്ട് വെപ്പിക്കുക, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അവൻ കൃത്യമായിട്ടുള്ള, അതായത് മകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും ഇൻബിൽഡ് എന്താ പറയുക, ഒരു പുതിയ കാര്യങ്ങൾ. ഇപ്പോൾ 22 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്റർ നമ്പറാണ്, മനസ്സിലായോ? മാസ്റ്റർ നമ്പറിൽ പെടുന്ന ഒരു നമ്പറാണ് 22. അവൻ്റെ കാര്യത്തിനനുസരിച്ച് അവൻ്റെ ആഗ്രഹിക്കുന്ന, അതായത് മകൻ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ അവൻ പോകും. അത് മറ്റൊരാൾക്കും അതിൽ ഇടപെടാൻ പറ്റുകയും ചെയ്യില്ല. അതാണ് അതിൻ്റെ ഒരു എനർജി പറയേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് അതിൽ പറയാനുള്ളത്. ഓക്കെ, ശരി. അപ്പോൾ പിന്നെ മകനോട് പറയാനുള്ളത് പിന്നെ പോയി ഒരു ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് പിന്നെ ഒരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള പേര് വെക്കുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിലുണ്ടാകും എന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. പിന്നെ ആലപ്പുഴയിൽ നിന്ന് രചനയാണ് വിളിച്ചത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, പിന്നെ നമ്മുടെ പേരിൻ്റെ വിസ്മയത്തിൽ നിങ്ങൾ ചെയ്യാനുള്ള ഏറ്റവും മികച്ച കാര്യം, നിങ്ങൾക്കൊരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഭാഗ്യദായകമായിട്ടുള്ള ഒരു പേരിനെ, അതാണ് പേരാണ്. ബാക്കി ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ അല്ലേ, ജനിച്ച സമയം ഇതൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല, എല്ലാം അതിനനുസരിച്ച്. പക്ഷേ നമ്മുടെ കൂടെ എന്നും ജീവിതാവസാനം വരെയുള്ള ഒരു പ്രധാനപ്പെട്ട എനർജി തന്നെയാണ് കൃത്യമായിട്ടുള്ള പേര്. നമുക്കൊരു ബ്രേക്കിന് ശേഷം പെട്ടെന്ന് വരാം.